Hello viewers, Namaste, welcome back to my new video. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന XIOS ട്രേഡിംഗ് നമ്മുടെ വിൻറ്ററുടെ സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സിഗ്നൽസ് കാണിച്ചു തരും. അപ്പോൾ വരുന്ന ട്രേഡ് എല്ലാം നമ്മൾ എടുക്കേണ്ട, അതിൽ കൺഫേം ആയിട്ടുള്ള ട്രേഡുകൾ മാത്രം എടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ലൈവ് ടെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സ്ആപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കുന്നതാണ് മാർക്കറ്റ് റേറ്റ്. ഇതിൽ നമുക്ക് ഗ്രീൻ കളർ അപ്പാര കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ തരുന്നത്. റെഡ് ഡൗൺ ആര വരുന്ന സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ ആണ് തരുന്നത്. അതായത് സിഗ്നൽ സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തരും. സിഗ്നൽ വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. ഇത് അലേർട്ട് മെസ്സേജ് വിത്ത് സൗണ്ട് എഫക്റ്റോട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അതേ ഡീറ്റെയിൽസ് ഏറ്റവും മേലത്തെ ഡാഷ്ബോർഡിലും എഴുതി കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ പറഞ്ഞുള്ള സോഫ്റ്റ് സിഗ്നൽസ് ഓട്ടോമാറ്റിക്കായിട്ട് തരുന്നത്. അതിലൊരു കൺഫേം ആയിട്ടുള്ള എൻട്രീസ് മാത്രം നമ്മൾ പിക്ക് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ബൈ സിഗ്നലാണ് വന്നിരിക്കുന്നത്. ബൈയുടെ ഫസ്റ്റ് കൺഫർമേഷൻ എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ പ്രൈസ് ഇതുപോലെ ബൈസോൺ തന്നെ എഴുതി കാണിക്കണം. പ്രൈസ് ഇൻ ബൈസോൺ ആൻഡ് സെക്കൻഡ് കൺഫർമേഷൻ ആരുടെ താഴത്തെ ബാറും ഉണ്ട്. ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഫോം ചെയ്ത് വരും കേട്ടോ. സിഗ്നൽ വരുമ്പോൾ തൊട്ട് താഴത്തെ ഒറ്റ ബാറേ കാണുള്ളൂ. ആ ബാറ് ഗ്രീൻ ആയോ നോക്കുക. ഇൻ കേസ് അവിടെ ഗ്രീൻ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സെക്കൻഡോ തേർഡ് ക്യാൻഡിലോ കൺഫർമേഷൻ കിട്ടിയെന്ന് വരാം. അവിടെ വെച്ച് നമ്മൾ എൻ്റർ ചെയ്ത് വെച്ചാൽ മതി, നോ പ്രോബ്ലം. അപ്പോൾ രണ്ട് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ട്രേഡ് എടുക്കാം. പ്രൈസ് ഇൻ ബൈസോണും ബാർ കൺഫർമേഷൻ ഓക്കെ ആണോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലോട്ട് നിങ്ങൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് സ്റ്റാർ കണ്ടോ, അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. അതായത് ബൈസൈക്കിൾ വന്നത് റെസിസ്റ്റനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പം ഇത്തരമുള്ള സിഗ്നൽസ്, അതായത് റെസിസ്റ്റനെ ബ്രേക്ക് ചെയ്ത് വരുന്ന സിഗ്നൽസിന് താഴത്തെ ബാർ ഇല്ലെങ്കിലും പ്രൈസ് ഓൺ ബൈയിലാണെന്നുണ്ടെങ്കിൽ, അതായത് പ്രൈസ് ഇൻ ബൈസോൺ ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എടുക്കാവേ. അതായത് റെസിസ്റ്റനെ ബ്രേക്ക് ചെയ്യുന്നത് വെച്ചാൽ എബോ 90% മാർക്കറ്റിൽ കയറി പോകും. അപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എടുക്കാം. നോക്കിയാൽ എൻട്രി പോയിന്റ് ഏറ്റവും മേളിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ എക്സിറ്റിലുള്ള നോക്കിയാൽ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് 3 ടാർഗറ്റ്. അതായത് സോഫ്റ്റ് നമുക്ക് എൻട്രി കാണിച്ചു തരും, അതിൻ്റെ ടാർഗറ്റ് കാണിച്ചു തരും, അതുൾപ്പെടെ സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ നമുക്ക് ഇതിനകത്ത് കാണിച്ചു തരും. സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ്. മാർക്കറ്റ് കയറുന്നതോടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വരും. ഇത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടൈം 10:35 നമുക്ക് ഈ ഒരു ബൈ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കൺഫേം ആയിരുന്നു. നല്ല രീതിയിൽ മാർക്കറ്റ് കയറി ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതായത് കൺഫേം സിഗ്നൽസ് ആണെങ്കിൽ അതിനകത്തൊരു 80 to 90% നമുക്കതിനകത്ത് ആക്യുറസി റേറ്റ് ഉണ്ട്. നിങ്ങൾക്കിത് സ്വയം ചെക്ക് ചെയ്യാൻ നോക്കാവുന്നതാണ്. ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് ടൈം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ആ ടൈം ഫ്രെയിം അനുസരിച്ച് ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിൽ നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാം. ഇത് നമ്മൾ സോഫ്റ്റ് നിൽക്കുന്ന MT4 പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ നിങ്ങൾക്ക് മെറ്റാഡാറ്റ 4 ലൈവ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമ്മൾ കോൺഫർ ചെയ്ത് തരാം. അതല്ല നിങ്ങളുടെ പ്ലാറ്റ്ഫോം മെറ്റാഡാറ്റ 5 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ സ്ട്രാറ്റജി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ആക്കി തരും. ഇതിൻ്റെ സിഗ്നൽ നോക്കിയിട്ട് MT4 MT5 അത് ഏതാണ് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അതിൽ സെപ്പറേറ്റ് പോയി എടുക്കാം. ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഒരുപോലെ സിസ്റ്റവും മൊബൈലിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയറിൻ്റെ കോൺടാക്ട് ചെയ്യുക. ഇത് നമുക്ക് സോഫ്റ്റ്വെയർ സിഗ്നൽസ് മാത്രമല്ല, അതുപോലെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽസ് ഒക്കെ കാണിച്ചു തരും. അതുപോലെ സൈഡ് വേസ് മാർക്കറ്റ് ഉൾപ്പെടെ നമുക്ക് സോഫ്റ്റ്വെയർ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.